അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ പാറ്റേണിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അല്ലേ? ഈ സ്മോൾ ലെറ്റർ എ ബി സി ഡി ഇപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കിയത്. ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡി അല്ലേ? ഇങ്ങനെ സ്നേക്ക് മെട്രിക്സ് മാതിരി എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ഇങ്ങനെയായിരുന്നു. സ്മോൾ ലെറ്റർ ആക്കണമെങ്കിൽ 64 പകരം എന്ത് കൊടുത്താൽ മതി? 97 ആണ് അല്ലേ നമ്മുടെ സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ അല്ലേ? അപ്പം നമ്മളിവിടെ കണ്ടായിരുന്നു, നോക്കിക്കേ, സ്മോൾ ലെറ്റർ എയുടെ 97 ആണ്, ക്യാപിറ്റൽ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ 65 ആണ്, സീറോയുടെ ആസ്കി വാല്യൂ 48 ആണ്. ഇത് മൂന്നെണ്ണം ഓർത്തിരിക്കണം കേട്ടോ. ഇതേ പടം സ്മോൾ ലെറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 64 പ്ലസ് കൗണ്ട്, അതായത് 64 1 65, 65ലാണ് എ തുടങ്ങുന്നത്. അപ്പം നമുക്കിവിടെ 97 എന്ന് 1 കുറച്ച് 96 കൊടുത്താൽ മതി. 96 പ്ലസ് കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ലെറ്ററിൽ അടിച്ചുള്ളൂ കേട്ടോ. 96 പ്ലസ് കൗണ്ട് 1 കൊടുക്കുമ്പോൾ 97 ആയി മാറും. പിന്നെ ഓരോ പ്രാവശ്യം കൗണ്ട് കൂടി 97 98 അതിന്റെ ക്യാരക്ടർ എടുക്കുമ്പോൾ ഈ സ്മോൾ ലെറ്റർ എ ബി സി ഡി ആയി മാറും. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് സീരീസും പാറ്റേൺസും നമുക്ക് ജനറേറ്റ് ചെയ്യണം. ബേസിക്സ് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം അതിന് നിങ്ങൾ ഹാക്കർ റാങ്കിൽ ഈ കോഡ് എടുക്കുക. hackerrank.com/CS aptitude -1K 2N 5Z. എല്ലാവരും എടുത്തേ. CS aptitude -1K 2N 5Z എടുത്തു കഴിഞ്ഞെങ്കിൽ ഈ കോൺടെസ്റ്റ് കിട്ടിയെങ്കിൽ ഒരു എസ് അടിച്ചേക്ക്, വൈ അടിച്ചേക്ക്. ഈ കോൺടെസ്റ്റ് കിട്ടിയെങ്കിൽ ഒരു വൈ അടിച്ചേക്ക്. കിട്ടിയോ? ബാക്കിയുള്ളവർ ഫാസ്റ്റ് ആയിട്ട് ചെയ്തേ. ഈ മുകളിൽ കാണുന്ന ആ ലിങ്ക് അടിക്കൂ. hackerrank.com/CS aptitude -1K 2N 5Z. കിട്ടിയവരൊരു എസ് അടിച്ചേക്ക് കേട്ടോ. ഓക്കെ, കിട്ടി കാണുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഈ ഹാക്കർ റാങ്ക് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കണം കേട്ടോ. ഹാക്കർ റാങ്ക്, കൊളാബ് ഫയൽ, DSA ട്രെയിനിങ്ങിന്റെ ഫയല്, പൈത്തൺ ട്യൂട്ടർ, ഇത് മൂന്നും മതി നമുക്ക്. ഇത് മൂന്നും എടുത്ത് റെഡിയായി വെച്ചേക്കണം. ഏത് നിമിഷം ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സീരീസ് ചെയ്യണം. കാണാൻ പഠിക്കരുത്, ഒന്നും കാണാൻ പഠിക്കരുത്. ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. റൈറ്റ് കോഡ് ഫോർ പ്രിന്റിംഗ് ദ സീരീസ് ഗിവൺ ബിലോ അപ് ടു n. സീരീസ് ഇങ്ങനെയാ: 1 2 4 8 16 അങ്ങനെ n വരെ പോകുന്നുണ്ട് അല്ലേ? അപ്പം ഇൻപുട്ട് n ആണ്. അതായത് എവിടം വരെ പോകണമെന്നുള്ളതാണ് ഇൻപുട്ട്. ഓക്കെ, അപ്പൊ 16 എന്ന് പറഞ്ഞ സീരീസിൽ 1 2 4 8 16 അവിടം വരെ അടി. 511 ആണെങ്കിൽ 1 2 4 8 16 മുതൽ 256 കഴിഞ്ഞാൽ 512. അപ്പൊ 512 വരുന്നില്ല. ഇവിടെ പറയുന്ന നമ്പറിന്റെ താഴെ വരെയോ അതോ ഈക്വൽ ടു വരെയോ വരുന്നുള്ളൂ കേട്ടോ. അതാണ് ഐഡിയ. അപ്പം അത് വേണ്ടിയുള്ള കോഡ് നമുക്ക് എഴുതണം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം n 32 വിചാരിക്കുക. n 32 വിചാരിക്കുക. ഓക്കെ, അപ്പം n തന്നിട്ടുണ്ടാവും. നമുക്ക് ഈ പാറ്റേൺ, ഈ സീരീസ് അടിക്കണം. ഇങ്ങനെ ഒരു സീരീസ് അടിക്കണം. ഇങ്ങനെ ഒരു സീരീസ് അടിക്കണമെങ്കിൽ നമ്മൾ ഇനി മുന്നോട്ട് പറയുമ്പം ഇതെന്ന് പറയുന്നത് ഇതൊരു ടേം ആണ്. ടേം ഇങ്ങനെ കുറെ ടേംസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. അപ്പൊ ഇനി മുതൽ ഞാൻ ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻഡിവിജ്വൽ വാല്യൂ ആണ്. അപ്പൊ ഇതൊരു സീരീസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ടേമിന് ഇതിന്റെ മുന്നത്തെ വാല്യൂ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവണം. കണക്ഷൻ ഇല്ലാത്തതിനെ നമുക്ക് സീരീസ് എന്ന് പറയാൻ പറ്റും. റാൻഡം നമ്പർ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ബന്ധം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ ബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇത് നമ്മുടെ ഫസ്റ്റ് ടേം, ഇതിന് നമ്മൾ ടി ആയിട്ട് കൊടുത്തു. ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ആയിട്ട് അങ്ങ് എടുത്തു. ഫസ്റ്റ് ടേം 1 ആണ്. ഈ ടേം അറിയാമെങ്കിൽ അടുത്ത ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ്? ഈ 1 അറിയാമെങ്കിൽ ഈ 2 കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ കണ്ടുപിടിക്കാം? 1 × 2 ആണ് 2 അല്ലേ? 2 × 2 ആണ് 4. 4 × 2 ആണ് 8. 8 × 2 ആണ് 16. 16 × 2 ആണ് 32 അല്ലേ?
അപ്പോൾ നമുക്ക് ആ റിലേഷൻ കിട്ടി. ആദ്യം നമുക്ക് ആ റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ടേം 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത് മൊത്തം പ്രിന്റ് അടുപ്പിക്കണം. n ഇവിടം വരെ ആണെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ പ്രിന്റ് അടുപ്പിക്കണം അല്ലേ. അപ്പൊ പ്രിന്റ് അടിക്കാൻ നമുക്ക് ആദ്യത്തെ 1 അങ്ങ് പ്രിന്റ് അടിക്കാമല്ലോ. പ്രിന്റ് അടിക്കാം അല്ലേ. 1 പ്രിന്റ് അടിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? പ്രിന്റ് എന്താണ് പ്രിന്റ് അടിക്കേണ്ടത്? 7ഓ? പ്രിന്റ് 7 അല്ല, പ്രിന്റ് ടേം അല്ലേ. ഈ 1 അല്ലേ, പ്രിന്റ് ടേമിനെ പ്രിന്റ് അടുപ്പിക്കുന്നു. എന്നിട്ട് ഓരോ ടേമും കഴിഞ്ഞിട്ട് ഓരോ ഇതും കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് end ഈക്വൽ ടു, അത് കൊടുത്തില്ലെങ്കിൽ താഴോട്ട് പോകും കേട്ടോ. end ഈക്വൽ ടു സ്പേസ് ഇത് കൊടുത്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ടേം ആദ്യത്തെ 1 പ്രിന്റ് അടുപ്പിച്ചു, ഒരു സ്പേസ് ഇട്ടിട്ട് കേസർ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത കറക്കത്തിൽ ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ അടുത്ത കറക്കത്തിൽ നമുക്ക് അടുത്ത ടേമാണ് അടിക്കേണ്ടത്. അപ്പൊ ടേം മാറ്റി കൊടുക്കണമല്ലോ. ടേം മാറ്റി കൊടുക്കണം. ടേമിന്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എന്തായിരുന്നു ടേമിന്റെ റിലേഷൻ? പുതിയ ടേം ഈസ് ഈക്വൽ ടു പഴയ ടേം ഇൻറ്റു 2 അല്ലേ. അപ്പൊ അടുത്ത കറക്കത്തിൽ ആ പഴയ ടേം 1ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 അടിച്ചോളൂ അല്ലേ. ഇത് എപ്പം നിർത്തണം? ഇത് എപ്പം വരെ കണ്ടിന്യൂ ചെയ്യണം? ഇത് ട്രൂ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. എപ്പം വരെ കണ്ടിന്യൂ ചെയ്യണം? വൈൽ ടേം അല്ലേ, വൈൽ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആവുന്നവരെ കണ്ടിന്യൂ ചെയ്യണം. വൈൽ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കുന്നിടത്തോളം കാലം, 32 വരെ എത്തുമ്പോൾ, 32 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണല്ലോ, അന്നേരം വരെ. ആ സമയം 32നും കയറും. 32നും കയറിയിട്ട് 32 അടുപ്പിച്ചിട്ട് അടുത്ത ടേം എന്താ? 32 × 2 64. 64 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 32 അല്ലല്ലോ, n 32 ആയിരുന്നില്ലേ. അതുകൊണ്ട് 64 വരത്തില്ല. ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആണോ? യെസ്. ഇത് ഒരു രീതിയിൽ മാത്രമൊന്നും അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒരു രീതിയിൽ മാത്രമൊന്നും അല്ല. നിങ്ങളിപ്പോൾ വേറൊരു രീതിയിൽ ആലോചിക്കുവാണെങ്കിൽ നോക്കിക്കോണേ. ഇത് ഈ ഫസ്റ്റ് ടേം നമുക്ക് എന്തായിട്ട് തോന്നുന്നുണ്ട്? വേറെ ആൾക്കാർ കുറച്ച് പേർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇത് 2⁻0 അല്ലേ, ഇത് 2⁻1 അല്ലേ, ഇത് 2⁻2 അല്ലേ, ഇത് 2⁻3 അല്ലേ, ഇത് 2⁻4 അല്ലേ, ഇത് 2⁻5 അല്ലേ, n ആണ് ഇത് 2⁻5. അപ്പൊ ഈ ഓരോ പ്രാവശ്യവും 2⁻0, 2⁻1, 2⁻2 മാറി മാറി ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ പോരെ അല്ലേ. 2 എന്ന് പറയുന്നത് കോമൺ ആണ്, 2 കോമൺ ആണ് അല്ലേ. ആകെപ്പാടെ മാറ്റമുള്ളത് എന്തിനു മാത്രമാണ്? ഈ 0 1 ആവണം, 1 2 ആവണം അല്ലേ, 1 2 ആവണം, 2 3 ആവണം, 3 4 ആവണം. അങ്ങനെ ആ സംഭവം അതിനെ ഒരു i ആക്കിയിട്ട് i ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ പോരെ. 2⁻i എന്ന് കൊടുത്താൽ പോരെ. യെസ്, 2⁻i എന്ന് കൊടുത്താൽ പോരെ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ. പല പല രീതിയിൽ ഇങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് അടുത്ത ടേം എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വർക്കായോ? ഒന്ന് എസ് അടിക്കാവോ? ഓക്കെ ആയോ? വർക്കായോ? സംഭവം വർക്കായി. റെഡ് സബ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാ ടെസ്റ്റ് കേസും പാസ്സായി. ഒന്ന് ഒരു എസ് അടിക്കാവോ? രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഐഡിയ ഇങ്ങനെയാണ് കേട്ടോ. ഈ 2⁻0യുടെ വലതുവശത്ത് കാണുന്നതാണ് 2 ഇത് 2⁻0 ഇത് കേട്ടോ. ഇതാണ് ആ ഐഡിയ. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് × 2 വെച്ച് ചെയ്യുന്ന ഐഡിയ ഇതാണ്, മറ്റേത് ഇത് കേട്ടോ. 2⁻0, 2⁻1 അതും കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കിയോ. 2⁻2, 2⁻3, 2⁻4, 2⁻5 n ആവുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, വലതുവശത്തെ കോഡും കൂടെ ഒന്ന് അടിച്ചു വെച്ചോ കേട്ടോ, അടിച്ച് സബ്മിറ്റ് ചെയ്ത് വെച്ചോ. അങ്ങനെയും ചെയ്യാം. അതും കൂടെ കഴിഞ്ഞെങ്കിൽ ഒരു ഡി നടിച്ചേരാം. ഡൺ. രണ്ടും കഴിഞ്ഞു, രണ്ടും സബ്മിറ്റ് ചെയ്തു, ഡി നടിച്ചേക്കും. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഒരു ഡി നടിക്കണേ.
രണ്ട് രീതിയിലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും അത് തന്നെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അടിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ സബ്മിറ്റ് ചെയ്യുന്ന കോഡെല്ലാം നിങ്ങളുടെ ഹാക്കർ റാങ്കിൽ സബ്മിഷൻസിൽ പോയാൽ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഒരു ഇതില്ലേ, സബ്മിഷൻസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത എല്ലാ കോഡുകളും കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അത് കോപ്പി ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഹാക്കർ റാങ്കിൽ ഈ ലോഗിൻ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ CS ആപ്റ്റിറ്റ്യൂഡ് -1K 2N 5 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ കോഡുകളും കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കഴിയാത്തവരൊന്ന് ഫോട്ടോ എടുത്തോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ? കഴിയാത്തവരൊന്ന് ഫോട്ടോ എടുത്തോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കൂ. നിങ്ങൾക്ക് കോൺടെസ്റ്റിൽ കിട്ടുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ബേസിക് സീരീസ് 2. ബേസിക് സീരീസ് 2 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ബേസിക് സീരീസ് 2 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. റൈറ്റ് കോഡ് ഫോർ ഫൈൻഡിങ് ദ സം ഓഫ് സീരീസ് ഗിവൺ ബിലോ ബൈ അക്സെപ്റ്റിംഗ് ദ വാല്യൂ. നേരത്തേത് ടേമിലുള്ള എല്ലാം അടിക്കണമായിരുന്നു, എല്ലാ ടേംസും അടിക്കണമായിരുന്നു, പ്രിന്റ് എടുപ്പിക്കണമായിരുന്നു. ഇവിടെ ഇപ്പൊ എല്ലാ ടേംസും അടുപ്പിക്കണ്ട, അതിന്റെ എല്ലാ ടേംസും കൂടെ ആഡ് ചെയ്ത വാല്യൂ അടിച്ചാൽ മതി, സം അടിച്ചാൽ മതി അല്ലെ. n ടേംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ n എന്ന് പറയുന്നത് ടേമുകളുടെ എണ്ണമാണ്. നേരത്തെ പറഞ്ഞ എന്നോ ലാസ്റ്റ് ടേമിന്റെ വാല്യൂ ആണ് അല്ലെ. ഇത് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമിന്റെ വാല്യൂ ആയിരുന്നു കേട്ടോ. ഇത് ഈ n എന്ന് പറഞ്ഞാൽ ഈ 32 ആയിരുന്നു ലാസ്റ്റ് ടേമിന്റെ വാല്യൂ. ആ ടേമുകൾ ഇടയിലുള്ള ടേമുകളെല്ലാം പ്രിന്റ് അടുപ്പിക്കണമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ അതല്ല. അടുത്ത ക്വസ്റ്റ്യനിൽ 2 കഴിഞ്ഞാൽ പിന്നെ 5 ഇതെല്ലാം കൂടെ കൂട്ടുന്ന വാല്യൂ ആണ് പ്രിന്റ് അടിക്കുന്നത്. ഈ ടേമുകളെല്ലാം കൂട്ടുന്നത് എത്ര ടേം ഉണ്ട് അതാണ് n. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ടേം, 2 + 5 + 10, 10ഉം 5ഉം 15ഉം 2ഉം 17. അതാണ് ആൻസർ. ഓക്കെ, ഇനി 5 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ടേം കൂട്ടുന്നത്. ഇത്രയും ടേമുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ n ടേംസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ സം ഓഫ് n ടേംസ്. ഓക്കെ, ഇപ്പൊ അവർ പറയുക n-ന്റെ വാല്യൂ 3 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കൂട്ടണം, ഇത് കൂട്ടണം, ഇത് കൂട്ടണം. n-ന്റെ വാല്യൂ 5 ആണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ടേം കൂട്ടണം. ആ കൂട്ടിയ വാല്യൂ ആണ് പ്രിന്റ് അടിപ്പിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഫോർ ലൂപ്പിൽ ഇട്ടിട്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കറക്കുമ്പോൾ ആ ലൂപ്പ് ഫസ്റ്റ് ടൈം ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കറക്കത്തിൽ ഞാൻ 2 കൂട്ടും. അടുത്ത കറക്കത്തിൽ ആ 2ന്റെ കൂടെ ഞാൻ 5 കൂട്ടും. അടുത്ത കറക്കത്തിൽ ആ 2 എണ്ണത്തിന്റെ കൂടെ അത് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ 2 എണ്ണം, അതിന്റെ കൂടെ ഞാൻ 10 കൂട്ടും. അതിന്റെ അടുത്ത കറക്കത്തിൽ ഇത്രയും 3 എണ്ണം കൂട്ടി വെച്ചേക്കുന്നതിന്റെ കൂടെ 17 കൂട്ടും. 5 ആണെങ്കിൽ അടുത്ത കറക്കത്തിൽ ഞാൻ പരിപാടി നിർത്തും. ആ അത്രയും കൂട്ടി വെച്ചേക്കുന്നതിന്റെ കൂടെ 26 കൂട്ടും. ഇതാണ് എൻ്റെ ഐഡിയ. സോ എൻ്റെ കറക്കം സ്റ്റാർട്ട് മുതൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ 1 മുതൽ സ്റ്റാർട്ട് 1 n വരെ കറങ്ങിയാൽ മതി. n ടൈംസ് ആദ്യത്തെ 5 ടേം എന്ന് പറഞ്ഞാൽ 5 കറക്കത്തിൽ ഞാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും അല്ലേ. അപ്പൊ n സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് +1 സ്റ്റെപ്പ് 1. അത് അക്കാര്യം എല്ലാ പ്രോഗ്രാമിലും എല്ലാ സീരീസിലും ഞാൻ ഇങ്ങനെ തന്നെ എഴുതുക, വ്യത്യാസമൊന്നുമില്ല. n തവണ കറങ്ങുന്നു, n ടേംസ് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. അതാണ് എൻ്റെ ഐഡിയ. ഓക്കെ, ഇനി നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ n ടേംസ് ഒക്കെ കിട്ടി, സമ്മതിച്ചു. പക്ഷേ ഈ ടേമുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ടേമുകൾ തമ്മിലുള്ള ബന്ധം ആരെങ്കിലും കണ്ടുപിടിച്ചോ? 2ഉം 5ഉം തമ്മിൽ എന്താണ് ബന്ധം? 5ഉം 10ഉം തമ്മിൽ എന്താണ് ബന്ധം? 10ഉം 17ഉം തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് ബന്ധം? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഈ ടേമുകൾ തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓഡ് നമ്പേഴ്സിന്റെ സം ആണോ? കുറച്ച് പേരെടാ. ഓഡ് നമ്പേഴ്സിന്റെ സം ആണോ? ഓരോ ഡിജിറ്റ് നമ്പേഴ്സിന്റെ സം ആണെന്നാണ് നീ പറയുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അതായത് നീ ഉദ്ദേശിച്ചത് ഈ 2ന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 5 കിട്ടി, ഇതല്ലേ ഉദ്ദേശിച്ചത്?
5ന്റെ കൂടെ അടുത്ത ഓഡ് നമ്പറായ 5 കൂട്ടിയപ്പോൾ 10 കിട്ടി. 10ന്റെ കൂടെ അടുത്ത ഓഡ് നമ്പറായ 7 കൂട്ടിയപ്പോൾ 17 കിട്ടി. 3, 5, 7 കേട്ടോ. 17ന്റെ കൂടെ അടുത്ത ഓഡ് നമ്പറായ 9 കൂട്ടിയപ്പോൾ 26 കിട്ടി. ശരിയല്ലേ? 26ന്റെ കൂടെ അടുത്ത ഓഡ് നമ്പറായ 11 കൂട്ടിയപ്പോൾ 27 കിട്ടി. ശരിയല്ലേ? അപ്പൊ കറക്റ്റാണല്ലോ, സംഭവം കറക്റ്റാണല്ലോ, സംഭവം കറക്റ്റാണ്. ഇത് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. അങ്ങനെയാണ് 2 എങ്ങനെയായിരിക്കും ഇവിടെ കിട്ടിയത്? 2 എങ്ങനെയായിരിക്കും കിട്ടിയത്? ടേം 1 പ്ലസ് ഏതോ ഫസ്റ്റ് ഒരു ഓർഡർ. ടേം, ഫസ്റ്റ് ടേം ഏതോ ഒരെണ്ണം ഉണ്ടായിരുന്നു 1. ആ 1ന്റെ കൂടെ അല്ലേ, ആ 1ന്റെ കൂടെ ഫസ്റ്റ് ഓഡ് നമ്പറായ 1 കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ 2 കിട്ടിയത് അല്ലേ? 2 കിട്ടി. അതൊന്നും നമ്മുടെ സീരീസിലില്ല, അത് സീരീസിലില്ല. പക്ഷെ ഫസ്റ്റ് ടേം 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ആ സീരീസിൽ ഇല്ലാത്ത ടേം ഇല്ലേ, അത് വെച്ച് ഞാൻ ഇന്നെ ഇനിഷ്യലൈസ് ചെയ്തു. ഈ ടേം ആണ് ഈ 1. ഓക്കെ, ഈ ഓടാണ് ഈ ഓഡ്. ഓക്കെ ആണല്ലോ? യെസ്. എന്നിട്ട് സമ്മ് ഇനിഷ്യലൈസ് ചെയ്തു, 0 ആക്കി വെച്ചു. കാരണം ആ സമ്മിലാണ് ആൻസർ വരാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. നമ്മുടെ സീരീസിലെ ഫസ്റ്റ് ടേം എന്താടാ? നമ്മുടെ സീരീസിലെ ഫസ്റ്റ് ടേം 2 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ടേം കണ്ടുപിടിക്കണം. പറഞ്ഞു. ടേം ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ ടേം കണ്ടുപിടിക്കാം, പിന്നെ ബാക്കിയെല്ലാം ചെയ്യാം. ടേം ഈക്വൽ ടു, ഈ 2 എങ്ങനെ കിട്ടും? പഴയ ടേമിന്റെ കൂടെ, ഇതല്ലേ ഇമാജിനറി ആയിട്ടുള്ള ആ ടേം, പഴയ ടേമിന്റെ കൂടെ ആദ്യത്തെ ഓഡ് നമ്പർ ആയ ആ ഓഡ് 1 അല്ലേ, പഴയ ടേമിന്റെ കൂടെ ഫസ്റ്റ് ഓഡ് നമ്പർ ആയ 1 കൂട്ടുമ്പോഴല്ലേ ഈ 2 കിട്ടുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, പുതിയ ടേം ഈസ് ഈക്വൽ ടു പഴയ ടേം പ്ലസ് ഓഡ്. ശരിയാണല്ലോ? പഴയ ടേം പ്ലസ് ഓഡ്, പഴയ ടേം പ്ലസ് ഓഡ്. അപ്പം എന്ത് ചെയ്തു? പഴയ ടേം എത്രയാ? 1. 1 1 2. അത് നമുക്ക് 2 കിട്ടിയല്ലോ, ഇതല്ലേ 2. ഓക്കെ, ഫസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട്. ആ ഫസ്റ്റ് ടേം നമുക്ക് സമ്മിലോട്ട് ആഡ് ചെയ്യാം. അതിനിപ്പോ എന്താ ചെയ്യണ്ടേ? പുതിയ സം ഈസ് ഈക്വൽ ടു പഴയ സം എത്രയാ? 0. പഴയ സം പ്ലസ് ടേം. അപ്പൊ ആ 2 എടുത്ത് നമ്മൾ സമ്മിന്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത കറക്കത്തിൽ നമുക്ക് എന്താ വേണ്ടേ? അടുത്ത കറക്കത്തിൽ ആ പഴയ ടേം നമ്മുടെ ഇവിടെ 2 ഇരിപ്പുണ്ട്. ആ 2ന്റെ കൂടെ പിന്നെ 1 തന്നെയാണോ ആഡ് ചെയ്യേണ്ടത്? അല്ലല്ലോ, ഓഡിൽ ഇപ്പോഴും 1 അല്ലേ ഇരിക്കുന്നേ? ആണ്. ഇനി പിന്നെ ഈ 2ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് 1 അല്ലല്ലോ, 3 അല്ലേ? അപ്പൊ പുതിയ ഓഡ് നമ്പർ അല്ലേ ആഡ് ചെയ്യേണ്ടത്, അല്ലാതെ പഴയ ഓഡ് നമ്പർ അല്ലല്ലോ ആഡ് ചെയ്യേണ്ടത്. അല്ല. അപ്പൊ അടുത്ത കറക്കം വരുന്നതിന് മുന്നേ, അടുത്ത ടേം 5 കണ്ടുപിടിക്കുന്നതിന് മുന്നേ, 5 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? പഴയ ടേം ഇപ്പൊ എവിടെ ഉണ്ട്? 2ലുണ്ട്. സോറി, പഴയ ടേം ഇപ്പൊ ടേമിലുണ്ട്. ഈ 2 എവിടെ ഉണ്ട്? പഴയ ടേം എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ആ 2 ഇപ്പൊ നമ്മുടെ ടേമിലുണ്ട്. ഓക്കെ, ടേം ഈസ് ഈക്വൽ ടേം പ്ലസ് ഓഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. ആ ടേമിന്റെ കൂടെ പഴയ ഓഡ് നമ്പർ അല്ല കൂട്ടണ്ടേ, പുതിയ ഓഡ് നമ്പർ ആണ് കൂട്ടേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ ഓഡ് നമ്പർ മാറ്റണ്ടേ? ഓഡ് നമ്പർ മാറ്റണം. ഓഡ് നമ്പർ എങ്ങനെ മാറ്റാം? പുതിയ ഓഡ് നമ്പർ ഈസ് ഈക്വൽ ടു പഴയ ഓഡ് നമ്പർ പ്ലസ് 2. ഇപ്പൊ സെറ്റായി. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നു, അത് ആഡ് ചെയ്തു, സമ്മിന്റെ കൂടെ ആഡ് ചെയ്തു, പുതിയ ഓഡ് നമ്പർ കണ്ടുപിടിച്ചു. പുതിയ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, 3 ആണ്. പഴയ ടേം, പുതിയ ടേം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, 2 ആയിരുന്നു. ഇനി ഈ 2ന്റെ കൂടെ 3 ആഡ് ചെയ്തിട്ട് 5 കിട്ടും. അപ്പൊ പുതിയ ടേം എന്താ? പുതിയ ടേം 5 ആണ്. ആ പുതിയ ടേം എടുത്ത് സമ്മിന്റെ കൂടെ ആഡ് ചെയ്യും, 5 2 7 ആക്കും. ഉണ്ടോ? എന്നിട്ട് നമ്മൾ പുതിയ ഓഡ് നമ്പർ ആഡ് ചെയ്യും. പുതിയ ഓഡ് നമ്പർ എത്രയാ? പുതിയ ഓഡ് നമ്പർ 5 ആണ് അല്ലേ? അപ്പം അടുത്ത പഴയ ടേമിന്റെ കൂടെ ഈ ഓഡ് നമ്പർ കൂട്ടി 10 കണ്ടുപിടിക്കും. ആ 10 നമ്മൾ സമ്മിന്റെ കൂടെ ആഡ് ചെയ്യും. ഐഡിയ കിട്ടിയെങ്കിൽ എസ് അടിച്ചേ. ഐഡിയ കിട്ടിയെങ്കിൽ എസ് അടിച്ചേ. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇതിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് എഴുതാമായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ, അതും കൂടെ പറയാം. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് വേണം. ഇപ്പം ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞത് ഓഡ് നമ്പർ വെച്ച് ആഡ് ചെയ്ത് വരുന്നതല്ലേ, അത് ശരിയായത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനിയിപ്പോ നോക്കിയേ, ഈ ടേം ഞാൻ ഈ ഫോർ ലൂപ്പിന്റെ ഇനിഷ്യലി 1 അല്ലേ? 1 ആവുമ്പം, ഈ കറക്കത്തിൽ 1 ആവുമ്പം ഞാൻ 2 കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും ചോദിക്കരുത്, കണ്ടുപിടിക്കും. i ഈക്വൽ ടു 2 ആവുമ്പം ഞാൻ ഇത് കണ്ടുപിടിക്കും.
ഐ ഈക്വൽ ടു 3 ആകുമ്പോൾ ഞാൻ ഇത് കണ്ടുപിടിക്കും, ഐ ഈക്വൽ ടു 4 ആകുമ്പോൾ ഞാൻ ഇത് കണ്ടുപിടിക്കും, ഐ ഈക്വൽ ടു 5 ആകുമ്പോൾ ഞാൻ ഇത് കണ്ടുപിടിക്കും, ഐ ഈക്വൽ ടു അല്ലെ 5 ടേമാണ് മൊത്തം കാണണ്ടേ, 5 ടേം ആണെങ്കിൽ 5 പ്രാവശ്യം കറങ്ങുന്നു, ഇവിടെ വരെ വന്നാൽ മതിയല്ലോ, മതി. ഇനി നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട എന്തിനാ? ടേം കണ്ടുപിടിക്കാനല്ലേ. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഈ 2ന്റെ കൂടെ 3 കൂട്ടിയാലാണ് 5 കിട്ടുക, 5ന്റെ കൂടെ 5 കൂട്ടിയാലാണ് 10 കിട്ടുക, 10ന്റെ കൂടെ അടുത്ത ഓഡ് നമ്പറായ 7 കൂട്ടുമ്പോൾ 17 കിട്ടും, 17ന്റെ കൂടെ അടുത്ത ഓഡ് നമ്പറായ 9 കൂട്ടുമ്പോൾ 26 കിട്ടും. അന്നേരമാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതല്ലാതെ തന്നെ നമുക്ക് ആ ടേം കണ്ടുപിടിക്കാൻ മാർഗമുണ്ടല്ലോ. ഈ ഐ വെച്ചിട്ട് കണ്ടുപിടിച്ചൂടെ? ഐയും ടേമും തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കിക്കേ. ഐയും ടേമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഐയുടെ വാല്യൂയും ടേമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? എന്തെങ്കിലും ഫോർമുല ഉണ്ടാകും? ഇത് ഐ സ്ക്വയർ ഐ റേസ്റ്റ് 2 പ്ലസ് 1 ആണ് അല്ലേ. ഐ സ്ക്വയർ ഐ റേസ്റ്റ് 2, ആ ഡബിൾ സ്റ്റാർ ആണ്. ഐ റേസ്റ്റ് 2 പ്ലസ് 1 അല്ലേ. നോക്കിക്കേ, ഇത് 2 റേസ്റ്റ് 2 പ്ലസ് 1 അല്ലേ. ഇത് 3 റേസ്റ്റ് 2, 3 സ്ക്വയർ 9 അല്ലേ, പ്ലസ് 1 അല്ലേ, അല്ലേ. അതായത് ഐ റേസ്റ്റ് 2 പ്ലസ് 1 അല്ലേ. ഇത് എത്രയാ? 4 റേസ്റ്റ് 2, 16 പ്ലസ് 1 അല്ലേ. ഇത് 5 റേസ്റ്റ് 2 പ്ലസ് 1, 5 റേസ്റ്റ് 2, 25 പ്ലസ് 1 അല്ലേ. അപ്പൊ നമുക്ക് ജനറലി എന്ത് പറയാം? ടേം എന്ന് പറയുന്നത് എന്താന്ന് പറയാം? ഐ റേസ്റ്റ് 2 പ്ലസ് 1 എന്ന് പറയത്തില്ലേ. ടേം എന്ന് പറയുന്നത് ഐ റേസ്റ്റ് 2 പ്ലസ് 1 ആണെന്ന് പറയാമല്ലോ. പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ, അപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും സംഭവം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഈ ടേം, പുതിയ ടേം ഈസ് ഈക്വൽ ടു ഐ റേസ് ടു അല്ലെ. ടേം ഈസ് ഈക്വൽ ടു എപ്പം വന്നാലും ഐ റേസ് ടു, പുതിയ ടേം ഈസ് ഈക്വൽ ടു ഐ റേസ് ടു 2 പ്ലസ് 1 എന്ന് എഴുതിയാൽ, എന്നിട്ട് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ടേം എന്ന് അടിച്ചാൽ പോരെ? വർക്ക് ചെയ്യത്തില്ലേ? വർക്ക് ചെയ്ത് നോക്കിക്കേ. ഇത്രയും സാധനത്തിന് പകരം ഈ 2 ലൈൻ അടിച്ച് വർക്ക് ചെയ്ത് നോക്കിക്കേ. വർക്ക് ചെയ്യോ? ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കോഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. വർക്ക് ചെയ്ത് നോക്കിക്കേ. വർക്ക് ചെയ്താൽ ഡി എന്ന് അടിച്ചേക്ക്. പല രീതിയിൽ ചെയ്യാവുന്നതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വർക്ക് ചെയ്താൽ ഡി എന്ന് അടിക്കണേ. എല്ലാരും ചെയ്യൂ. ലിയോ ഡി എന്ന് അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ചെയ്തേ ഫാസ്റ്റ് ആയിട്ട്. ഒരു 5-6 പേരെങ്കിലും ഡി എന്ന് അടിച്ചാലേ ഞാൻ മാറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ ആയോ? ഐഡിയ ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് അപ്രോച്ച്, ഞാൻ പറയുന്ന അപ്രോച്ച് വെച്ചിട്ട് ആലോചിക്കുക. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച്. അപ്രോച്ച് ഇതാണ്. n ടേംസ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് n തവണ കറക്കാം. ഓരോ തവണ കറക്കുമ്പോഴും ഓരോ ടേം കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത പ്രശ്നം, ടേം എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. വേറെ ഒരു രക്ഷയൊന്നുമില്ല. ആ ടേം എങ്ങനെ, ആ കണക്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ടേം കിട്ടിക്കഴിഞ്ഞാൽ ആ ടേം കണ്ടുപിടിച്ച് ആദ്യം തന്നെ വെക്കുക. എന്നിട്ട് സമ്മിന്റെ കൂടെ ആ ടേം കൂട്ടുക. ഇനിയിപ്പോ എല്ലാ ടേമും പ്രിന്റ് അടിപ്പിക്കാൻ പറഞ്ഞാൽ പ്രിന്റ് ടേം എന്നങ്ങ് അടിച്ചാൽ പോരെ. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. അതെല്ലാം കൂടെ കൂട്ടാൻ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ സമ്മിന്റെ കൂടെ ടേം കൂട്ടിയത്. പ്രിന്റ് അടിക്കാൻ പറഞ്ഞാൽ പ്രിന്റ് ടേം എന്ന് അടിച്ചാൽ പോരെ. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പം അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കടാ. സീരീസ് 3 തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്യാൻ സമയം തരണോ?
സീരീസ് 3 ചെയ്യാൻ പറ്റുമോ നോക്കിയേ. നമ്മളിപ്പോൾ പറഞ്ഞ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഐ ഈക്വൽ ടു 1 ആവുമ്പം ഞാൻ ഇത് കണ്ടുപിടിക്കും. ഐ ഈക്വൽ ടു 1 ആവുമ്പം ഞാൻ ഇത് കണ്ടുപിടിക്കും. ഐ ഈക്വൽ ടു 2 ആവുമ്പോൾ ഞാൻ ഇത് കണ്ടുപിടിക്കും. ഐ ഈക്വൽ ടു 3 ആവുമ്പോൾ ഇത് കണ്ടുപിടിക്കും. ഐ ഈക്വൽ ടു 4 ആവുമ്പോൾ ഇത് കണ്ടുപിടിക്കും. ഐ ഈക്വൽ ടു 5 ആവുമ്പോൾ ഇത് കണ്ടുപിടിക്കും. അപ്പൊ എന്റെ ഫോർ ലൂപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. എന്താ? 1 ടു n+1 സ്റ്റെപ്പ് 1. കാരണം ഐ n ടൈം n 5 ആണെങ്കിൽ 5 ടേംസാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n 5 തവണ കറങ്ങണമല്ലോ. 5 തവണ അല്ലെ. ഫോർ ഐ ഇൻ റേഞ്ച് n എന്ന് എഴുതിയാലും മതി കേട്ടോ. ഫോർ ഐ ഇൻ റേഞ്ച് n എന്ന് എഴുതിയാലും സെയിം ആണ്. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് വെച്ച് എഴുതുന്നേ ഉള്ളൂ. സ്റ്റോപ്പിന് അനുസരണം ഇല്ലാത്ത കാരണം ഒരു +1 കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ടേം കണ്ടുപിടിക്കണം. ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഈ ടേമും ഐയും തമ്മിൽ എന്താ ബന്ധമുണ്ടോ? ടേമും ഐയും തമ്മിൽ ബന്ധമുണ്ടോ? എപ്പോഴും ടേമും ഐയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. മുന്നത്തെയും പുറകലത്തേക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. ഈ ഐയുമായിട്ട് ടേമിന് ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? ഐ 1 ആകുമ്പോൾ ഇവിടെ 1 വരണം. ഐ 2 ആകുമ്പോൾ ഇവിടെ 4 വരണം. ഐ 3 ആകുമ്പോൾ ഇവിടെ 9 വരണം. ഐ 4 ആകുമ്പോൾ ഇവിടെ 16 വരണം. ഐ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടേം ഞാൻ കണ്ടുപിടിച്ചു. ടേം ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ. ഓക്കെ, ശരിയല്ലേ? 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 2 സ്ക്വയർ 4 അല്ലേ, 1 സ്ക്വയർ 1. ടേം കണ്ടുപിടിച്ചു. ഇനി നിങ്ങളുടെ പ്രശ്നം എന്താ? സാറേ, ടേം കണ്ടുപിടിച്ച പുതിയ സമ്മ് 0 ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓരോ തവണ ഫസ്റ്റ് കറക്കത്തിൽ ഈ 1 കണ്ടുപിടിക്കും. 1 കണ്ടുപിടിച്ചിട്ട് നമ്മൾ സമ്മിന്റെ കൂടെ അങ്ങ് കൂട്ടാം. പുതിയ സം ഈസ് ഈക്വൽ ടു പഴയ സം പ്ലസ് ടേം. ഇത്രയും മതിയായിരുന്നു. എന്തായിരുന്നെങ്കിൽ ഇതെല്ലാം പ്ലസ് ആയിരുന്നെങ്കിൽ. ഇതിപ്പോ എല്ലാം പ്ലസ് ആണോ? അല്ല. ആദ്യത്തെ ടേം കൂട്ടണം, പിന്നത്തെ ടേം കുറയ്ക്കണം, പിന്നത്തെ ടേം കൂട്ടണം, പിന്നത്തെ ടേം കുറയ്ക്കണം. അപ്പൊ എപ്പോഴും S+ ടേം ഒന്നും നടക്കത്തില്ലല്ലോ. ഇല്ല. ചില സമയത്ത് S+ ടേം, പിന്നെ ചില സമയത്ത് S- ടേം. അങ്ങനല്ലേ വരുന്നത്? ആണ്. എപ്പോഴൊക്കെയാ പ്ലസ് വരുന്നത്, എപ്പോഴൊക്കെയാ മൈനസ് വരുന്നത്? അതിന് എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് നടക്കത്തില്ല. ചുമ്മാ പ്ലസ് അടിക്കാൻ പറ്റത്തില്ല. എപ്പോഴും പ്ലസ്, എപ്പോൾ മൈനസ്? ഒബ്സർവേഷൻ നോക്ക്. എപ്പോ ഐ ആയിട്ട് ബന്ധമുണ്ടോ അതിന്? പ്ലസും മൈനസും വരുന്നതിന്? പ്ലസും മൈനസും ഐ ഓഡ് ആവുമ്പോൾ പ്ലസ്, ഐ ഓഡ് ആവുമ്പോൾ പ്ലസ് അല്ലേ? ഐ ഓഡ് ആവുമ്പോൾ പ്ലസ്. ഐ ഈവൻ ആവുമ്പോൾ ഉണ്ടോ? ഈവൻ ആവുമ്പോൾ മൈനസ് ഉണ്ടോ? ഈവൻ ആവുമ്പോൾ മൈനസ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കാര്യങ്ങൾക്ക് തീരുമാനമായി. ഓഡ് ആവുമ്പോൾ പ്ലസ്, ഈവൻ ആവുമ്പോൾ മൈനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ഓഡാണോ ഈവൻ ആണോ നോക്കിയിട്ട് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഇടാവല്ലോ. യെസ് അല്ലേ? അപ്പൊ നമുക്ക് അത് എഴുതാം. ഇഫ് ഐ മോഡ് if I mod 2 is equal to ഓഡ് ആവുമ്പോൾ പ്ലസ്, ഓഡ് അല്ലെ? ഓഡ് ഇടാം ആദ്യം. ഐ മോഡ് 2 is equal to 1 എന്ന് പറഞ്ഞാൽ ഓടാണല്ലോ. ഓടാണ്. ഇഫ് ഐ മോഡ് 2 is equal to 1 എന്ത് ചെയ്യണം? പുതിയ സം ഈസ് ഈക്വൽ ടു പഴയ സം പ്ലസ് ടേം. സെറ്റ് ആണല്ലോ. ഇനി അതല്ല, ഈവൻ ആണെങ്കിൽ മൈനസ് ടേം അല്ലേ? എൽസ് ഈവൻ ആണെങ്കിൽ പുതിയ സം ഈസ് ഈക്വൽ ടു പഴയ സം മൈനസ് ടേം. ഈ പഴയ സം എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കറങ്ങി കഴിയുമ്പോൾ ഇവിടം വരെയുള്ള സമ്മ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതിൻ്റെ അകത്തുനിന്ന് ഈ 16 മൈനസ് ചെയ്യുക. 4 പ്രാവശ്യം കറങ്ങി കഴിഞ്ഞാൽ ഇവിടം വരെയുള്ള സമ്മ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ ടേം പഴയ സമ്മിന്റെ കൂടെ കൂട്ടി പോവല്ലേ. അപ്പൊ അവിടം വരെ ഉള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അല്ലാതെ ആ ലാസ്റ്റ് ടേം ഒന്നും അല്ല നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് വർക്കൗട്ട് ആവുമോ നോക്കിക്കോട്ടോ. വർക്കായെങ്കിൽ ഒരു എസ് അടിച്ചേ. ഈ ലോജിക്ക് വർക്കായെങ്കിൽ ഒരു എസ് അടിച്ചേ.
ഓക്കെ ആണ്, വർക്കായി അല്ലേ. ഇനി ഞാൻ ഇത് ഇത് ജനറലൈസ്ഡ് ഐഡിയ ആണ്, ഇത് വർക്കാവും. ഓക്കെ, ഇത് കറക്റ്റാ. ഈ ഈ ഈവൻ ആണോ ഓടാണോ നോക്കിയിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യുന്നത് ഓക്കെയാണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു അപ്രോച്ച് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഈ ഇഫ് എൽസ് വേണമെങ്കിൽ ഒഴിവാക്കി കളയാം. അതെങ്ങനെ ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചൊരു മാത്സ് ഉണ്ടല്ലോ, ഇത് നോക്കിക്കേ. ഇവിടെ എൻ്റെ നമ്പർ +1 ആണ്. +1. ഓക്കെ, 1 ഇൻറ്റു -1 എത്രയാ? -1 ആണ്, ശരിയല്ലേ? 1 ഇൻറ്റു -1 -1 ആണ്. ആ -1 ഇൻറ്റു -1 എത്രയാ? +1 ആണ്, ശരിയല്ലേ? ആ +1 ഇൻറ്റു -1 എത്രയാ? -1 ആണ്. ആ -1 ഇൻറ്റു -1 എത്രയാ? +1 ആണ്. ഇത് കാര്യം മനസ്സിലായല്ലോ. ഒരു 1 എന്ന് പറഞ്ഞ നമ്പറിനെ -1 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഇത് +-1 +1 -1 +1 ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറുന്നുണ്ടോ? സൈൻ മാറുന്നുണ്ട്. ഈ ഐഡിയ നമുക്ക് എവിടെ ഉപയോഗിക്കാം? ഇവിടെ ഉപയോഗിക്കാം. കാരണം എന്താ? ആദ്യം +1, ഈ ടേമിനെ +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ +1 കിട്ടും. ഈ 4നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4 കിട്ടും. ഈ 9നെ +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ +9 കിട്ടും. ഈ 16നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -16 കിട്ടും, അല്ലേ? അതാണ് നമ്മൾ ആ -1 +1 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ഐഡിയയും സെയിം തന്നെയാണ്. ടേം കണ്ടുപിടിക്കുന്നു. ഓക്കെ, ടേം കണ്ടുപിടിക്കും. ഇതുപോലെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ഞാൻ ഈ രണ്ടാമത്തെ ഐഡിയ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ടേം എത്രയാ? ടേം പഴയ സാധനം തന്നെ. ടേം ഈസ് ഈക്വൽ ടു I². ടേം ഈസ് ഈക്വൽ ടു I⁻². ടേം ഈസ് ഈക്വൽ ടു I⁻². ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ സം ഈസ് ഈക്വൽ ടു ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ലൂപ്പ് എഴുതണം കേട്ടോ. ലൂപ്പ് എത്ര പ്രാവശ്യം കറങ്ങുന്നത്? ലൂപ്പ് n തവണയാണ് കറങ്ങുന്നത്. കാരണം n ടേംസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? n തവണയാണ് കറങ്ങുന്നത്. ഓക്കെ, ടേം കണ്ടുപിടിച്ചു I². ഇനി ഇത്രയും സാധനത്തിന് നമ്മൾ ഒരു ലോജിക്ക് എഴുതുന്നത് നോക്കിക്കോളൂ കേട്ടോ. അത്രയും സാധനത്തിന് ഒരു ലോജിക്ക്, അതായത് പുതിയ സം ഈസ് ഈക്വൽ ടു പഴയ സം പ്ലസ്, ഓക്കെ, പഴയ സം പ്ലസ് സൈൻ ഇൻറ്റു ഓക്കെ ടേം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാൻ നോക്കിക്കോളൂ. പഴയ സം അതുവരെയുള്ള പഴയ സം, ഇനി ഇവിടം വരെയാണെങ്കിൽ ഇതുവരെയുള്ള പഴയ സം പ്ലസ് ഈ ടേം ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ ടേമിനെ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. ഓക്കെ, ഇനി സൈൻ എങ്ങനെയാണ് നമ്മൾ സൈൻ ഡിറ്റർമിൻ ചെയ്യുന്നത് നോക്കാം. ഈ ഫസ്റ്റ് ടേമിന്റെ സൈൻ എന്താ? +1 അല്ലേ? അതുകൊണ്ട് ഞാൻ സൈൻ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത് +1 ആയിട്ടാ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഈ ടേമിനെ. ഏത് ടേമാ? 1 എന്ന് പറഞ്ഞ ടേമിനെ +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സമ്മിന്റെ കൂടെ കൂട്ടുന്നത്. അടുത്ത പ്രാവശ്യം കറങ്ങി വരുമ്പോൾ സൈൻ മാറണ്ടേ? സൈൻ മാറണം. സൈൻ മാറാനായിട്ട് എന്ത് ലോജിക്കാണ് നമ്മൾ പറഞ്ഞത്? സൈൻ മാറാനായിട്ട് പുതിയ സൈൻ ഈസ് ഈക്വൽ ടു പഴയ സൈൻ ഇൻറ്റു -1. കിട്ടിയോ? ഈ ഐഡിയ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, +1നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പൊ സൈൻ -1 ആയി പോയില്ലേ? അടുത്ത പ്രാവശ്യം പുതിയ കിട്ടുന്ന ടേമിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ സമ്മിലേക്ക് കൂട്ടുന്നത്. അപ്പോൾ കൂട്ടലെല്ലാം സെയിം തന്നെ. -1 കൊണ്ട് ഈ ടേമിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ടേം മൈനസ് ആയി പോയില്ലേ? ആ മൈനസ് ടേം അല്ലേ സമ്മിന്റെ കൂടെ കൂട്ടുന്നത്. അപ്പം കറക്റ്റ് നമുക്ക് ആവശ്യമുള്ളത് കിട്ടത്തില്ലേ? ഇല്ലേ? ഈ ഐഡിയ നല്ല ഐഡിയ ആണ്. അപ്പൊ അങ്ങനെയാണ് ആ ലൂപ്പ് ഒഴിവാക്കി, അല്ല ലൂപ്പ് അല്ല, ഇഫ് എൽസ് ഒഴിവാക്കി കളയാം. അല്ലേ? കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഐഡിയ ആണ്. അപ്പൊ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ടേം വരുമ്പോഴും മാറിക്കൊണ്ടിരിക്കും. അടുത്ത ടൈം വരുമ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -1 ആവും. അടുത്ത പ്രാവശ്യം +1 ആവും, പിന്നെ -1 ആവും. ആ സൈൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഐഡിയ കിട്ടിയെങ്കിൽ ഒരു എസ് അടിച്ചോളൂ. അത് ചെയ്തോ? ഇംപ്ലിമെന്റ് ചെയ്ത് വർക്കായെങ്കിൽ ഡൺ എന്ന് അടിച്ചോ കേട്ടോ. രണ്ടും ഇംപ്ലിമെന്റ് ചെയ്തിട്ടോ. രണ്ടും വർക്കായെങ്കിൽ ഡൺ എന്ന് അടിച്ചോളൂ.
രണ്ടും ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ ഡണ്ണെന്ന് അടിക്കണേ. എവിടെയെങ്കിലും സ്റ്റക്ക് ആയിരിക്കുവാണെങ്കിൽ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കോഡ് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒന്നും കുഴപ്പമില്ല, അപ്പൊ തന്നെ പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യോ. അടുത്ത കറക്കത്തിൽ സൈൻ മാറി വരാനാണ് സൈൻ ഇൻറ്റു -1 കൊടുത്തേക്കുന്നത് കേട്ടോ. ആദ്യം ഫസ്റ്റ് ടേമിന്റെ സൈൻ എന്താണോ അതാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, സൈൻ ഇനിഷ്യലൈസ് ചെയ്യുന്നത്, സൈൻ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ കറക്കത്തിലും സൈൻ മാറ്റി മാറ്റി വിടും. അപ്പോൾ ആ മാറി മാറി വരുന്ന സൈൻ കൊണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സമ്മിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടേമിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടേം മൈനസ് ആയി പോകും. ആ വേറൊരു ടേമിന് +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടേം പ്ലസ് ആയി പോകും കേട്ടോ. അപ്പൊ എല്ലാത്തിനും പ്ലസ് ഉപയോഗിക്കാൻ നമുക്ക് ഇഫ് എൽസിന്റെ ആവശ്യമില്ല. ഐയെ ബന്ധപ്പെട്ട് i mod 2 = 1 എന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? 3 പേരെ ഡൺ അടിച്ചുള്ളൂ, ബാക്കിയുള്ളവർ ഓക്കെ ആണോ? ഓക്കെ, കഴിയാത്തവരൊന്ന് ഫോട്ടോ എടുത്തോ, മാറ്റുവാണേ. കഴിയാത്തവരൊന്ന് ഫോട്ടോ എടുത്തോളൂ, മാറ്റുവാണേ. ഓക്കെ, അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കടാ. അത് ഒരു 2 മിനിറ്റ് തരാം, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ ചെയ്യേണ്ടതെന്ന്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഒരു 2-3 മിനിറ്റ്സ് ഞാൻ തരാം, ചെയ്യാൻ പറ്റുമോ നോക്കൂ. n ഇൻപുട്ടാണ്, a ഇൻപുട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ n ടേംസ് കണ്ടുപിടിക്കണം. i = 1 ആവുമ്പം ഞാൻ ഈ ടേം കണ്ടുപിടിക്കും, i = 2 ആവുമ്പം ഈ ടേം കണ്ടുപിടിക്കും, i = 4 ആവുമ്പം ഈ ടേം കണ്ടുപിടിക്കും, i = 5 ആവുമ്പോൾ ഇത് കണ്ടുപിടിക്കും, i = 6. അപ്പൊ 5 ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ വരെ കണ്ടുപിടിച്ചാൽ മതി. സോറി, 1 2 3 2 അല്ലേ. 3 ആവുമ്പോൾ ഇത് കണ്ടുപിടിക്കും, 4 ആവുമ്പോൾ ഇത് കണ്ടുപിടിക്കും, i = 5 ആവുമ്പോൾ ഞാൻ ഇത് കണ്ടുപിടിക്കും. ഇവിടെ വരെ കണ്ടുപിടിച്ചാൽ മതി. n 5 ആണ് കേട്ടോ, n = 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് എന്താ? ഇവിടെ ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ a⁻², a⁻4, a⁻6, a⁻8 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ. ഇതപ്പോ എന്തായിരിക്കും? a എന്ന് പറയുന്ന വാല്യൂ എന്ത് വേണമെങ്കിലും ആവാം. എനിത്തിങ് റേസ് ടു അല്ലെ, ഇത് a⁻0 ആയിരിക്കും അല്ലെ, a⁻0 ആയിരിക്കും. a⁻0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. ഓക്കെ, അപ്പൊ അത് a⁻0 ആണ് ഇവിടെ 1 ആക്കി എഴുതിയേക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത എന്റെ ഒബ്സർവേഷൻ എന്താണെന്നറിയോ? സൈൻ മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, സൈൻ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു. ഈ ആദ്യത്തെ സൈൻ എന്താണ്? പ്ലസ് ആണ്. രണ്ടാമത്തെ സൈനും പ്ലസ് ആണ്.
മൂന്നാമത്തത് മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ അങ്ങോട്ടെല്ലാം പ്ലസ് മൈനസ് മാറി മാറിയാ. ഈ തോന്നിയ പോലെ കുറെ പ്ലസും തോന്നിയ പോലെ കുറെ മൈനസും ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു, ഈ ആദ്യത്തെ ടേമിന് മാത്രമേ എന്തുള്ളൂ, ഈ പ്രശ്നമുള്ളൂ. അതായത് 2 പ്ലസ് അടുപ്പിച്ച് വരുന്നത് ആദ്യത്തെ ടേമിന് മാത്രമേ ഉള്ളൂ. ബാക്കി ടേമുകൾക്കൊന്നും എന്ത് പ്രശ്നമില്ല, അങ്ങനത്തെ പ്രശ്നം കാണുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ടേമിനെ ഞാൻ പുറത്താക്കി, ഈ ടേമിനെ എടുത്ത് ഞാൻ നേരെ എസിലോട്ട് കയറ്റി വെച്ചു. n ടേംസ് ആണ്, ഞാൻ അതെടുത്ത് എസിലോട്ട് ആദ്യം തന്നെ അങ്ങ് വെച്ചു. ഇനി ബാക്കി കണ്ടുപിടിച്ചാൽ മതിയല്ലോ, ബാക്കി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ ഞാൻ തുടങ്ങുന്ന സാധാരണ 1 മുതൽ n വരെയാണ് പോകുന്നത്. ഇനിയിപ്പോ 1 മുതൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, n ഒന്നാമത്തെ എടുത്ത് വെച്ചില്ലേ, ഒന്നാമത്തെ എടുത്ത് വെച്ചു. അപ്പൊ എവിടുന്ന് ഓടാൻ മതി, ഓടി തുടങ്ങുന്നത് ഞാൻ 2 എന്നാണ്, ശരിയല്ലേ? അപ്പൊ ഞാൻ i ഇൻ റേഞ്ച് 2 മുതൽ n വരെ പോകണം. n ടേംസ് ആണുള്ളത്, രണ്ടാമത്തെ ടേം മുതൽ n-ആമത്തെ ടേം വരെ പോകണം. സ്റ്റോപ്പിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് +1, സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 1. അപ്പൊ അങ്ങനെയാണ് എന്റെ തീരുമാനം. സമ്മതിച്ചു. ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം? എസിന് കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പം ഇത് നമ്മൾ ഒഴിവാക്കി കളഞ്ഞു കേട്ടോ, കാരണം ഇത് ഓൾറെഡി എടുത്തു വെച്ച്. ഇനി നിങ്ങളുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ആദ്യത്തെ ടേം, ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ടേം ഇതല്ലേ, അതിന്റെ സൈൻ എന്താ, പ്ലസ് ആണ്. അപ്പൊ ഞാൻ +1 ആക്കി വെച്ച് സൈൻ ഇനിഷ്യലൈസ് ചെയ്തു. കാരണം എനിക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ടേമിന്റെ സൈൻ എന്താ, പ്ലസ് ആണ്. ഇത് മൈനസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ മൈനസ് ആക്കിയത്. ഇത് പ്ലസ് ആയതുകൊണ്ട് ഇത് പ്ലസ്. മറ്റേ വേണം നോക്കണ്ട, 1നെ നോക്കണ്ട കേട്ടോ, 1 നമ്മൾ മാറ്റി. അപ്പൊ ഞാൻ +1 ആക്കി വെച്ചു. ഇനി എന്താ അറിയാം എന്റെ ഒബ്സർവേഷൻ, ഇവിടെ ഓരോ പ്രാവശ്യവും ആദ്യം 2 4 ആവുന്നു, 4 6 ആവുന്നു, 6 8 ആവുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ 2 വെച്ച് കൂടിക്കൊണ്ടിരിക്കുക ഇവിടെ അല്ലേ. അങ്ങനെ 2 വെച്ച് ഓരോ അടുത്ത ടേം വരുമ്പോൾ അതിന്റെ അടുത്ത് 2 കൂട്ടണം, അതിന്റെ കൂടെ 2 കൂട്ടണം, അതിന്റെ കൂടെ 2 കൂട്ടണം. പുതിയ പുതിയ ടേമുകൾ വരുമ്പോൾ അതൊക്കെ കൂട്ടി വരും. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ ഒരു വേരിയബിളിൽ വെക്കുന്നതാ. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഈ 2നെ പിടിച്ച് ഈ ജെയിലോട്ട് അങ്ങ് വെച്ചു. അതെന്തിനാ, അടുത്ത ടേം കറങ്ങി വരുമ്പോഴത്തേക്ക് അടുത്ത ടേം j = j+2 എന്ന് അടിച്ചാൽ മതിയല്ലോ, ഇല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ സൊല്യൂഷൻ ഫൈനലൈസ് ചെയ്തേ. നിങ്ങൾ ഇനി ബാക്കി ടേം കണ്ടുപിടിക്ക്, ടേം സമ്മിന്റെ കൂടെ കൂട്ട്, പിന്നെ ജെ മാറ്റ്, സൈൻ മാറ്റ്, എല്ലാം മാറ്റിയിട്ട് അത് കറക്റ്റ് ആക്കി സബ്മിറ്റ് ചെയ്യാൻ നോക്കിക്കേ. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ D എന്ന് അടിച്ചോളൂ. കുറച്ച് സമയം തരാം, ഫാസ്റ്റ് ആയിട്ട് ചെയ്തോ. സബ്മിറ്റ് ചെയ്താൽ D എന്ന് അടിച്ചേക്ക് കേട്ടോ, പാസ്സായാൽ. ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നേ പറയട്ടെ. ഞാൻ 4-5 പേര് D എന്ന് അടിച്ചിട്ടുണ്ട്, പറയാം, നോക്കിക്കോളൂ. ആദ്യം എന്താ, ഈ ടേം കണ്ടുപിടിക്കണം അല്ലെ, ടേം കണ്ടുപിടിക്കണം. ടേം ഈസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരേ പാറ്റേണിലാണ് ഞാൻ എല്ലാ പ്രോബ്ലം ചെയ്യുന്നത്. പല പല രീതിയിൽ ഞാൻ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഒരേ സ്റ്റൈലിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് കേട്ടോ. ടേം ഈസ് ഈക്വൽ ടു a raised to j, ശരിയല്ലേ? j എന്താണ്, j ഞാൻ 2 ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഈ ടേമാ. ആ ടേം എനിക്ക് കിട്ടി, a raised to j ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനി പുതിയ സം ഈസ് ഈക്വൽ ടു പഴയ സം പ്ലസ് ടേം സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ടേം എന്താ, ടേം ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ, ടേം ഇതാണ്, അത് നമ്മുടെ കയ്യിലുണ്ട്. സൈൻ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം കൂട്ടാൻ കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഈ സമ്മിന്റെ കൂടെ, പഴയ സമ്മിന്റെ കൂടെ കൂട്ടാൻ. സൈൻ ഇൻറ്റു എന്തിനാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, ടേമിനെ. ടേം എത്രയാ, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ടേം
ഓക്കെ, അപ്പൊ ആദ്യത്തെ ടേം നമ്മൾ സമ്മിലേക്ക് ആഡ് ചെയ്തു അല്ലേ? ആദ്യത്തെ ടേം സമ്മിലേക്ക് ആഡ് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി കറങ്ങി വരുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ 2 മാറ്റിയിട്ട് 4 ആക്കണം. അതായത് ജെ മാറ്റിയിട്ട് ജെ ഈക്വൽ ടു ജെ പ്ലസ് 2 ആക്കണം. പിന്നെ അടുത്ത ടേം വരുന്നതിന് മുമ്പ് സൈൻ മാറ്റി കൊടുക്കണം. സൈൻ മാറ്റി കൊടുക്കണം. 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പുതിയ ജെ ഈസ് ഈക്വൽ ടു പഴയ ജെ പ്ലസ് 2. പുതിയ ജെ ഈസ് ഈക്വൽ ടു പഴയ ജെ പ്ലസ് 2. ഇനി സൈൻ മാറ്റണം. സൈൻ എങ്ങനെ മാറ്റും? പുതിയ സൈൻ ഈസ് ഈക്വൽ ടു പഴയ സൈൻ ഇൻറ്റു, സൈൻ ഇങ്ങനെ മാറ്റുന്ന ഇൻറ്റു -1. പഴയ സൈൻ 1 ആണെങ്കിൽ 1 ഇൻറ്റു -1 എന്താവും? -1 ആവും. പഴയ സൈൻ -1 ആണെങ്കിൽ -1 ഇൻറ്റു -1 എന്താവും? +1 ആവും. ജസ്റ്റ് തിരിച്ചു വിട്ടാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള ലോജിക്കാ. സൈൻ മാറ്റി കൊടുത്തു. ഇത്രയും ചെയ്താൽ പോരെ, ഈ സാധനം വർക്കാവില്ലേ? ടേം കണ്ടുപിടിക്കുന്നു, കണ്ടുപിടിച്ച ടേമിനെ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സമ്മിലേക്ക് ആഡ് ചെയ്യുന്നു, ജെ 1 കൂട്ടും, ജെ 2 കൂട്ടുന്നു അല്ലെ? 2, 4, 4, 6, 8 അങ്ങനല്ലേ വരുന്നത്? സൈൻ മാറ്റി കൊടുക്കുന്നു. പോരെ? വർക്കാവുണ്ടോ നോക്കിയേ? വർക്കാവുന്നോ? ഇനി ആർക്കെങ്കിലും നേരത്തെ ഡി അടിക്കാത്തവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു എസ് എന്ന് അടിച്ചേ. നേരത്തെ ഡി അടിക്കാത്തവർക്ക് ഇപ്പൊ കിട്ടിയെങ്കിൽ ഒരു എസ് എന്ന് അടിച്ചേ. ഫാസ്റ്റായിട്ട് എഴുതിക്കോ. ബാക്കിയുള്ളവർ ഫാസ്റ്റായിട്ട് എഴുതിക്കോ. കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന നോക്കി ഇരിക്കരുത്. കഴിയുന്നവർ അടുത്തടുത്ത ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാനൊരു നോർമൽ സ്പീഡിൽ, എല്ലാവർക്കും പറ്റുന്ന ഒരു സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്പീഡ് കൂടിയാൽ കുറച്ച് പേർക്ക് മനസ്സിലാവാതാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കോൺടെസ്റ്റ് തീരുമ്പോൾ ഞാൻ അടുത്ത് തന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ ലെവൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ ആണല്ലോ? യെസ്. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കൂ. ശ്രമിക്കുവാണോ? 5ാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഞാൻ മാറ്റുവാണേ. 4 മാറ്റുവാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ n ടേംസ് ഉണ്ട്. n ടേംസിന്റെ സമ്മാണ് കാണേണ്ടത് അല്ലേ? n ടേംസിന്റെ സമ്മാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് പോലെ തന്നെ i ഈക്വൽ ടു 1 ആവുമ്പോൾ ഈ ടേം കണ്ടുപിടിക്കും. ഇതൊരു ടേം ആണേ, ഇത് വേറൊരു ടേം, ഇത് വേറൊരു ടേം, ഇത് വേറൊരു ടേം, ഇത് വേറൊരു ടേം. ഇങ്ങനെ ഇത് nth ടേം അല്ലെ? i ഈക്വൽ ടു 1 ആവുമ്പോൾ ഞാൻ ഇത് കണ്ടുപിടിക്കും. i ഈക്വൽ ടു 2 ആവുമ്പോൾ ഞാൻ ഈ ടേം കണ്ടുപിടിക്കും. i ഈക്വൽ ടു 3 ആവുമ്പോൾ ഞാൻ ഈ ടേം കണ്ടുപിടിക്കും. i ഈക്വൽ ടു 4 ആവുമ്പോൾ ഞാൻ ഈ ടേം കണ്ടുപിടിക്കും. i ഈക്വൽ ടു n ആവുമ്പോൾ ഞാൻ ഇത് ടേം കണ്ടുപിടിക്കും. അതാണ് എൻ്റെ ഐഡിയ. അതുകൊണ്ടാണ് ഞാൻ ഈ 4i ഇൻ റേഞ്ച് 1 to n+1 എന്ന് കൊടുത്തേക്കുന്നത്. സം ഇനിഷ്യലി 0 ആക്കി വെച്ചു. ഓരോ ടേമും കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യണം. അതിനാണ് ഞാൻ ടേം ഇനിഷ്യലൈസ് ചെയ്തിട്ട് എന്തോ ഞാൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ആ ടേം കണ്ടുപിടിച്ചിട്ട് സമ്മിന്റെ കൂടെ കൂട്ടും. എന്നിട്ടാണ് അടുത്ത i മാറുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഒന്ന് ശ്രമിക്കാവോ? ഒന്ന് ശ്രമിക്കാവോ? ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് നാളെ വരൂ കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നന്നായിട്ട് അതൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് ശരിയാക്കാൻ ശ്രമിച്ചിട്ട് വരണം. നന്നായിട്ട് ശ്രമിച്ചിട്ട് വരണം, ശരിയാക്കിയിട്ട് വരണം. എവിടെ നോക്കി എഴുതരുത്. എവിടെ ചാറ്റ് GPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിലോ നോക്കരുത് കേട്ടോ. അവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ആൻസർ കിട്ടും. പിന്നെ നമ്മൾ ചിന്തിക്കത്തില്ല. ഓക്കെ? അപ്പൊ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അല്ലെങ്കിൽ നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ? താങ്ക് യു.